യഥാർത്ഥത്തിൽ അവിടെ പ്രതിഷേധം ഉണ്ടായെന്നുള്ള കാര്യം സത്യമാണ്. പ്രതിഷേധം ഉണ്ടായെന്നുള്ള കാര്യം ശരിയാണ്. ഇതുവരെ വളരെ ശരിയാണ്. പക്ഷെ സാധാരണഗതിയിൽ അവർ ചെയ്യേണ്ടിയിരുന്നത് എന്തായിരുന്നു? ആ പ്രതിഷേധത്തെ ഒട്ടും വകവയ്ക്കാതെയും മാനിക്കാതെയും തെറ്റെന്റെ ഭാഗത്താ. സത്യാവസ്ഥ മീനാക്ഷി പറഞ്ഞപ്പോൾ അറിഞ്ഞത്. 2 വാഹനങ്ങളിൽ ഈ പ്രതിഷേധക്കാർ ഇരിക്കുന്ന റോഡിലാണ് കുത്തിയിരിക്കുന്നത്. ഒരു പബ്ലിക് ന്യൂസൻസ് ആകാം. പോലീസ് വരുമോന്ന് അറിയണമല്ലോ. ഇവര് പുറത്തിറങ്ങുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാനും കടകംപള്ളി സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ഒരു വലിയ ജനക്കൂട്ടം ക്ഷുഭിതരായിട്ട് പുറത്തു നിൽക്കുന്നു. ആ ജനക്കൂട്ടത്തിന് നേരെ കാറുപെടുത്ത് പോകാൻ പറ്റുമോ? സ്വാഭാവികമായും പ്രതികരണം ഉണ്ടാകില്ലേ? ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ക്ഷുഭിതരായ ഒരു ജനക്കൂട്ടം, ആ ജനക്കൂട്ടത്തിന് നേരെ കാറുമെടുത്തു പോകുമ്പോൾ സ്വാഭാവികമായും ക്ഷുഭിതരായ ജനക്കൂട്ടം ഏത് ഗാന്ധിയന്മാരും പ്രതികരിച്ചു പോകില്ലേ? കുറച്ചൊക്കെ തെറ്റ് നിന്റെ ഭാഗത്തും ഉണ്ടാവുമല്ലോ. എന്നിട്ടും എല്ലാ തെറ്റും തന്റേതാണെന്ന് പറഞ്ഞ് അവൻ മാപ്പ് ചോദിക്കുക. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. തെറ്റായി പോയിന്നറിയാം. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. ഇന്ത്യയെ ആരും ആക്രമിച്ചിട്ടില്ല. ഇല്ല സാർ, അക്രമം ഇങ്ങനെയൊന്നുമല്ല. ഈ നാട്ടിൽ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വിലങ്ങുതടിയായി നിന്നിട്ടുള്ള പലരെയും നമ്മൾ കൊന്നു തള്ളിയിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. പോട്ടെ, ഇനി ഒന്നും ആവർത്തിക്കില്ലെങ്കിൽ. വാഹനത്തിന്റെ ചില്ലുപൊട്ടിയ സംഭവം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഉടനെ ഉണ്ടാകുന്ന ആർക്കും നിയന്ത്രിക്കാനാവാത്ത ഒരു ചെറിയ പ്രതികരണമാണ് അവിടെ ഉണ്ടായത്. പക്ഷെ അത് കാണുമ്പോഴേക്ക് ആക്രമിച്ചു എന്നൊന്നും വലിയ വായിൽ പറയരുത്. അവിടെ ഇരിക്കുന്ന പൂച്ചട്ടി എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു കൊടുത്തു. അവനെ ആശുപത്രി കൊണ്ടുപോയി. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്തു പറ്റി സഖാവേ?